ഞാൻ ഇപ്പോഴും പറയുക, നിങ്ങൾ പ്രോപ്പറായിട്ട് മീഡിയക്കാർ കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുക ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് അതേപോലെ തന്നെ വളച്ചൊടിക്കാതെ പറയുന്ന മീഡിയനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതേപോലെ തന്നെ നമ്മൾ മലയാളികൾക്കും മധു സുരേഷിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ അനാഥരുമല്ല, ഗുണ്ടകളുമല്ല, നെപ്പോക്കിട്ടുമല്ല, സാധാരണ പ്രേക്ഷകരാണ്. സോ അഭിനയം പഠിച്ചതിന് ശേഷം മാത്രം അഭിനയിക്കുക പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. താങ്കളുടെ കുമ്മട്ടിപ്പാടവും JSKയും കണ്ടു. കുമ്മട്ടിപ്പാടത്തിൽ നായകനാണ്, കാരണം തുടക്കം മുതൽ അവസാനം വരെ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, അതിന് അഭിനയം ഒന്നും വിളിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. പക്ഷെ JSKയില് കുറച്ച് സീന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പറ്റാവുന്നതിൽ വെറുപ്പിച്ചിട്ടുണ്ട്. സോ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുവാണ്, നല്ല രീതിയിൽ കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം. സോ അഭിനയം പഠിച്ചിട്ട് മാത്രം അഭിനയിക്കുക. ഫസ്റ്റ് ഫാസിലും ഫസ്റ്റൊക്കെ പടം പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അങ്ങേരിപ്പം വൻ തിരിച്ചറിവ് നടത്തിയിട്ട് ഇപ്പം വേറെ തന്നെ ഒരു ലെവലുള്ളത്. അതുപോലെയൊന്നും ആവത്തില്ല എനിക്കറിയത്തില്ല, പക്ഷെ എന്നായാലും ഒന്ന് ട്രൈ അങ്ങ് ചെയ്യും. എസ് എ നെപ്പോക്കിട്ട് ആയതുകൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ഒരു പക്ഷേ ഇനിയും സിനിമ കിട്ടുമായിരിക്കും. ബട്ട് ഒരു സാധാരണ മനുഷ്യന് കാണാൻ പറ്റുന്നില്ലേ. പക്ഷെ താങ്കളൊരു നെപ്പോക്കിട്ട് ആയതുകൊണ്ട് സാധാരണ മനുഷ്യന്മാരുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റി നടത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, പ്ലീസ് പറ്റുമെങ്കിൽ ഒന്നെങ്കിൽ അഭിനയം നടത്തുക, അല്ലെങ്കിൽ നല്ല ആക്ടിങ് ക്ലാസ്സിനൊക്കെ പോയി അഭിനയം എന്താണ് പഠിച്ചതിന് ശേഷം മാത്രം അഭിനയിക്കുക. അല്ലെങ്കിൽ സ്വന്തം തന്തിക്കൊരു പേര് ദോഷം ഉണ്ടാക്കും. എന്തിനാടാ കൊന്നിട്ട്? അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല.